താബീതാനോ ചെയ്യാത്ത ഈ ഒരു ആചാരം ഞങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ ഞങ്ങളെ എന്തിനാ നിങ്ങൾ ക്രൂശീകരിക്കുന്നത്? നിങ്ങളാണോ പ്രവാചക സ്നേഹമുള്ളത്? എങ്കിൽ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് റബീഉൽ അവ്വൽ 12 കൊണ്ടാടിയിട്ടല്ല. കാരണം അത് 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ പുത്തൻ ആചാരമാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ ആചാരങ്ങളും ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തുൻ വലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടിലാണ്. വകുല്ലു വലാലത്തുൻ ബിന്നാർ, വഴികേട് ചെന്ന് മുട്ടുന്നത് നരകത്തിലാണ്. അതുകൊണ്ട് അത് ഉപേക്ഷിച്ചോ. റസൂലുള്ളാഹിയോട് സ്നേഹമുണ്ട് നമുക്ക്. നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതൊന്നും തർക്കമില്ല. നബി സാധാരണ മനുഷ്യനാണെന്ന് പറയേണ്ടതില്ല. മനുഷ്യ പ്രകൃതി എന്ന നിലക്ക് തിന്നുക, കുടിക്കുക, വേദനിക്കുക, കുടുംബജീവൻ തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ നബി നമ്മളെ പോലെയാണെങ്കിൽ നമുക്കില്ലാത്ത 1000 പ്രത്യേകതകൾ സയ്യിദുനാ ഇമാമുൽ ഖിബ്ലത്തൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ നബിയോടുള്ള സ്നേഹം കൊണ്ട് നബിയോട് തേടാൻ പാടില്ല. റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാൻ പാടില്ല. തഅസിർ റസൂല വഅൻത തുദിഹിറ ഹുബ്ബഹു ഹാദാല അംരി ഫിൽ ഖിയാസ് ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതിഉ. അതല്ലേ ഒരു കവി പറഞ്ഞത്. തഅസിർ റസൂലാനി, അല്ലാഹുവിന്റെ റസൂലിനെ എതിര് പ്രവർത്തിക്കുന്നു, ധിക്കാരം പ്രവർത്തിക്കുന്നു. വഅൻത തുദിഹിറ ഹുബ്ബഹു, എന്നിട്ട് നബിയോട് വലിയ പ്രേമമാണെന്ന് നീ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യ കേൾക്കാതെ, അത് അംഗീകരിക്കാതെ റബീഉൽ അവ്വൽ 12 പുറത്തിറങ്ങിയിട്ട് നീ പ്രകടനം വിളിക്കുകയാണ്, കാവ കുടിക്കുകയാണ്, മൗലിദ് ചൊല്ലുകയാണ്. അത് എതിര് പ്രവർത്തിക്കലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നൽ മുഹിബ്ബ, അതുകൊണ്ട് തന്നെ കവി പറയുന്നു ലൗ കാന ഹുബ്ബുക, നിന്റെ സ്നേഹമുണ്ടല്ലോ സ്വാദിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ നീ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതിഉ. റസൂലുള്ളാഹിയോട് സ്നേഹമുണ്ട് എന്ന് പറയാണെങ്കിൽ നബിയെ പിൻപറ്റലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തരത്തിലുള്ള അനാചാരങ്ങൾ, ഈ തരത്തിലുള്ള വികലമായ വിശ്വാസങ്ങൾ കൊണ്ടു നടന്നുകൊണ്ട് നാം ഒരിക്കലും ജീവിച്ചാൽ നമുക്ക് വരാനുള്ള മരണമുണ്ട്. കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബിദ്അത്തുകളും ശിർക്കുകളും ഖുറാഫാത്തുകളും അനാചാരങ്ങളും അധാർമികമായ പ്രവർത്തനങ്ങളും ഹറാമിന്റെ കെട്ട സംസ്കാരങ്ങളും ഒക്കെ നാം ഉപേക്ഷിക്കാം. എന്നിട്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാം. ആ മാർഗത്തിലൂടെ ജീവിക്കാം. എങ്കിൽ നമുക്ക് ശാശ്വതമായി പരലോകത്തുള്ള സ്വർഗത്തിലേക്ക്, ഈ പരലോകത്തിന്റെ ഒന്നാമത്തെ കവാടമായ മരണത്തിലൂടെ നമുക്ക് ശരിക്കും കടന്നുകൂടാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മരണമാണത്, ഒരു വിശ്വാസിയുടെ മരണം. ആ മരണത്തെ സംബന്ധിച്ച് നാം ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. മരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? അല്ലാഹു തആല തന്നെ പറഞ്ഞത് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖികും. ഏതൊരു മരണത്തിൽ നിന്നാണോ മനുഷ്യരെ നിങ്ങൾ ഓടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. ആ മരണം നമ്മളെ കണ്ടുമുട്ടും. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് രക്ഷപ്പെടാൻ ആർക്കെങ്കിലും നല്ല അവസരം കൊടുത്തിരുന്നെങ്കിൽ, അതാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ച ബൈത്ത്. ഒരു കവി പറഞ്ഞില്ലേ, ഇവിടെ ശാശ്വതമായി ജീവിക്കാൻ അല്ലാഹു ആർക്കെങ്കിലും ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കണമായിരുന്നു. പക്ഷെ റസൂലിനെ പോലും ഇവിടെ നിന്ന് വഫാത്തായിട്ടുണ്ട്. റസൂലിനെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സൗകര്യങ്ങളും സ്വത്തുക്കളും അധികാരങ്ങളും സമ്പത്തുമുള്ള ഒരുപാട് ആളുകള്, രാജാക്കന്മാർ, ഭരണാധികാരികൾ വന്ന് യാത്ര പോയിട്ടുണ്ട്. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ, മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉമ്മയോട് വിട പറയുന്ന, ഭാര്യയോട് വിട പറയുന്ന, മാതാപിതാക്കളോട് സലാം ചൊല്ലുന്ന, നാട്ടുകാരോട്, ബന്ധുക്കളോട്, കൂട്ടുകാരോട് വിട പറയുന്ന ഈ ഒരു പ്രതിഭാസത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ ആലോചിക്കണം. അതാണ് മഹാന്മാരായ സ്വഹാബത്ത് ആലോചിച്ചത്. അതാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ച ബൈത്തിന്റെ രണ്ടാമത്തെ ബൈത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പാടുകയാണെന്ന്, ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളില് ഉല്ലസിച്ച് ആനന്ദിച്ച് പൊട്ടിച്ചിരിച്ച് ജീവിക്കുകയാണ്. എന്നാ മരണമാകുന്ന യാഥാർത്ഥ്യം അവന്റെ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ ഭാരനേക്കാളും അവനോട് അടുത്തു നിൽക്കുന്നു. ഇത് നമ്മൾ ഓർക്കാനുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല.
ഇത് നമ്മൾ ഓർക്കാറില്ലല്ലോ പ്രിയപ്പെട്ടവരെ. എല്ലാ ബന്ധങ്ങളും വിട്ടുകളയുന്ന മരണത്തെ നമ്മൾ ഓർക്കണം. മരിക്കുന്ന സമയത്ത് മനുഷ്യന്മാര് മയ്യത്തിനെ യാത്രയാക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ്. തന്റെ ഭാര്യയുടെ വിയോഗത്തിൽ ഭർത്താവ് കരയുകയാണ്. മക്കളുടെ വിയോഗത്തിൽ ആ വാപ്പ കരയുകയാണ്. വാപ്പാന്റെ മയ്യത്തിന്മേൽ മക്കൾ കരയുകയാണ്. മൈനറിയത്തിയുമായി കണ്ടടം മൊഴിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലൊന്ന് പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിച്ചതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. ഈ ഒരു യാത്ര നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഒരു യാത്രയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്നും ഈ ഒരു യാത്ര നമ്മൾ ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. വീട്ടിലെ മെത്ത വിരിഞ്ഞ് നമുക്ക് കാട്ടിലാരടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്, ഇവയുന്നൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാള് അടവാക്കും വീട് വീണ് മാറിലേ, കനമേറും വീതം കല്ലും മണ്ണും അതിന്മീത് മറമാടും കബർ ബഹു ജോറിലേ. ആ ഖബറാകുന്ന മണിയറയിലേക്ക് നമുക്കൊരു യാത്രയുണ്ട്. അവിടെ നമുക്ക് ശരിക്ക് പഠിപ്പിച്ച നമ്മുടെ ഉസ്താദില്ല, നമ്മുടെ തോളിൽ കൈയിട്ട് നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ച നമ്മുടെ കൂട്ടുകാരില്ല, ഹറാമ തിന്നാൻ പ്രേരിപ്പിച്ച നമ്മുടെ ബന്ധുക്കളില്ല, നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോയ നമ്മുടെ കൂട്ടുകാരില്ല. അവിടെ നമുക്കുള്ളത് ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് മകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവന്ന കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്, കടില്ല റേഷൻ വേണ്ട പോലെ അതിനുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്, അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2. ഈ വിദ്വേഷവും പകയും ഈ തരത്തിലുള്ള ചുരവുമായി ഈ ആവേശവും പറഞ്ഞത് കേൾക്കാതെ വികാര മനസ്സോടുകൂടിയുള്ള കിബിറും അതൊന്നും കാര്യമല്ല സഹോദര. കണ്ണടക്കുമ്പോൾ മുസ്ലിമായി മരിക്കാൻ സാധിച്ചാലല്ലാതെ അഹമ്മദ് എന്ന് പേരിട്ടത് കൊണ്ടോ മുഹമ്മദ് എന്ന് പേരിട്ടത് കൊണ്ടോ നരകത്തിൽ നിന്ന് അല്ലാഹു റസൂൽ കയറ്റുമെന്ന വിശ്വാസം അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്. അതുകൊണ്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. വഖത്ത് ഹഖ തുഖാത്തി, ഉറപ്രകാരം തന്നെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്.